നമസ്കാരം. നമ്മൾ 2-3 ദിവസം മുന്നെയാണ് 11 എന്ന സിനിമയുടെ വീഡിയോ ചെയ്തിരുന്നത്. അതിൽ പറയുകയും ചെയ്തിരുന്നു ആ സിനിമ തിയേറ്റർ റിലീസായിരുന്ന സമയത്ത് നല്ല പടമാണെന്ന്. കുറേ പേര് നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് OTT വന്നപ്പോൾ എന്തായാലും കാണണമെന്ന് തീരുമാനിച്ചതും കണ്ടതും. പക്ഷേ പടം എനിക്കത്ര വർക്കായില്ല. പറഞ്ഞു വന്നത് 11 കണ്ട് കിളി പറന്നിരിക്കുകയാണെങ്കിൽ അടുത്ത കിളി പറപ്പിക്കാൻ ഇതാ അടുത്ത ചിത്രം. സോഷ്യൽ മീഡിയയിൽ എനിക്കിങ്ങനെ സജഷൻ വരുന്നു, പോസ്റ്റുകളൊക്കെ വരുന്നു. ഷടാ വീണ്ടും ഒരു ക്രൈം ത്രില്ലർ. ഒന്നും നോക്കിയില്ല, ആമസോൺ പ്രൈമിലും കയറി നോക്കിയപ്പോൾ 1.5 മണിക്കൂർ സമയമേ ഉള്ളൂ. മലയാളം ഡബ്ബും ലഭ്യമാണ്. അങ്ങനെ ഞാൻ പടം കണ്ടു സുഹൃത്തുക്കളെ, പടം കണ്ടു. നവീൻ ചന്ദ്ര പ്രധാന വേഷത്തിലെത്തിയ ബ്ലൈൻഡ് സ്പോട്ട്. ഒരു വലിയ വീടല്ല, ബംഗ്ലാവ്. പണക്കാരായിരിക്കുമല്ലോ താമസിക്കുന്നത്. അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു രാത്രി വഴക്ക്. ഇത് കണ്ടു നിൽക്കുന്ന വേലക്കാരി, ഭാര്യ വേലക്കാരിയെ തല്ലുന്നു. ഇത് കണ്ട ഭർത്താവ് ഭാര്യയെ തല്ലുന്നു. അങ്ങനെ ആ സീൻ കഴിഞ്ഞ് ഭർത്താവ് എങ്ങോട്ടോ പോയി. കുറച്ച് കഴിഞ്ഞ് വേലക്കാരി പോയി നോക്കിയപ്പോൾ ഭാര്യയായിരുന്ന സ്ത്രീ ബെഡ്റൂമിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. തൂങ്ങി മരണമാണ്. പോലീസിനെ വിളിക്കുന്നു, പോലീസ് വരുന്നു, അന്വേഷണം ആരംഭിക്കുന്നു. ആത്മഹത്യയാണെന്ന് പറഞ്ഞാൽ ബാക്കി സമയം കാണാനൊരു ത്രിൽ പ്രേക്ഷകർക്കുണ്ടാവില്ല എന്ന് നായകൻ ഉറപ്പായതുകൊണ്ട് ഇത് കൊലപാതകമാണെന്ന് തന്നെ പറയുന്നു. അവിടെ നിന്ന് തന്നെ അന്വേഷണവും ആരംഭിക്കുന്നു. ത്രില്ലറാണോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് ഞാൻ സംശയിച്ചു, ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനാണ് കൊലയാളി എന്ന് ഈ പോലീസ് ഓഫീസർ സാറ് പറയുമോ എന്ന്. അമ്മാതിരി ഒരു ത്രില്ലർ. കൂടെ ഒരു പോലീസുകാരനുണ്ട്. അയാളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി, പടച്ചോനെ ഇനി ഞാനാണ് കൊന്നതെന്ന് ഇങ്ങനെ പറയുമോ എന്ന്. ആ ഒരു രീതിയിലാണ് സിനിമയുടെ പോക്ക്. കഥാപാത്രങ്ങൾ വളരെ കുറച്ച് മാത്രമായതുകൊണ്ട് സിനിമയുടെ നീളം കുറഞ്ഞു എന്നുകൂടെ പറയാം. അല്ലെങ്കിൽ അടുത്ത ആളെയും കൊലപാതകയാക്കി ഒരു കഥ പറഞ്ഞ് സിനിമയുടെ നീളം കൂട്ടിയേനെ. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കിളി, നല്ല മഴയായതിനാൽ തലയിൽ നിന്നും കിളി പറന്നു പോയാൽ എവിടെയിരിക്കുമെന്ന് കിളിക്ക് തന്നെ പിടുത്തമില്ലാത്തത് കൊണ്ട് പറന്നു പോകുന്നതിന് പകരം കൂടുതൽ ഉള്ളിലോട്ടിരിക്കുകയാണ് ചെയ്തത്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുമ്പോൾ ലോജിക് അടുത്തുകൂടെയെങ്കിലും പോകണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. ഇവിടെ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ഞാൻ പറയും, നീയൊക്കെ കേൾക്കും എന്ന നിലയിലാണ് നായകൻ. കേൾക്കുകയല്ലാതെ വേറെന്ത് ചെയ്യാൻ. രാംബാബു എന്നൊരു പോലീസ് സഹായിയുണ്ട്, നേരത്തെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഇനി എന്നെ പറയുമോ എന്ന് പേടിച്ച് നിൽക്കുകയാണ് ഫുൾ ടൈം. ഡയലോഗ്സ് പോലും കാര്യമായിട്ടില്ല. അവസാനം പുള്ളിയുടെ ഒരു വരവൊക്കെ ഉണ്ട്. 2 ഡയലോഗെങ്കിലും പറഞ്ഞിട്ട് പോകുമെന്ന് പ്രതീക്ഷയെങ്കിലും അതിലും കാര്യം ഉണ്ടായില്ല. സിനിമ മൊത്തം കണ്ടു കഴിയുമ്പോൾ എന്ത് തോന്നി എന്ന് മനസ്സിനോട് ചോദിച്ചാൽ താഴെ കാണുന്ന ഓപ്ഷൻസ് വരും. 1, എനിക്കെന്തിൻ്റെ കേടായിരുന്നു, നല്ല മഴയത്ത് മൂടിപ്പുതച്ചുറങ്ങാമായിരുന്നില്ലേ. 2, കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട് എങ്കിൽ നായക കഥാപാത്രത്തെ മണ്ടൻ എന്നെങ്കിലും വിളിക്കാം. 3, ഇതൊക്കെ ഏതടേ ലോകം. 4, ശത്രുക്കളോട് പോലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. മണിക്കുട്ടി ഓടിത്തുടങ്ങി. വീണ്ടും കാണാം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കണം. കാണണം. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ ബൈ ബൈ.